വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങൾ ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ വെളിപ്പാട് ഇതാണ്: യേശുവിനെയും ശിഷ്യന്മാരെയും 3-ാം നാൾ ഗലീലയിൽ കല്യാണം ഉണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ഈ കർത്താവിനെ അവിടെ ക്ഷണിച്ചതിനുള്ള ഗുണം മനസ്സിലായെന്തോ? ശൂന്യതകളെ നികത്താൻ കഴിയും. അപ്പം പ്രഭാതത്തിലൊക്കെ നാം എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ക്ഷണിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക്, ഞാനൊരു വിവാഹത്തിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞേ, ദൈനംദിന ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഓ ലോഡ്, ഐ നീഡ് യുവർ പ്രസൻസ്, ഐ നീഡ് യുവർ ഹെൽപ്പ്. ഇത് നിങ്ങളുടെ ഒരു കൺഫെഷനാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ, കുറവുകളെ ഈ ദൈവത്തിന് പരിഹരിക്കാൻ കഴിയും. കൂട്ടുകാർക്ക് പരിഹരിക്കാൻ കഴിയത്തില്ല, ബന്ധുക്കൾക്ക് കഴിയത്തില്ല, ചാർച്ചക്കാർക്ക് കഴിയത്തില്ല. അവിടെ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നോ? ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. പിന്നീട് ശിഷ്യന്മാർ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. മാളിക മുറിയിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ശക്തി പ്രാപിച്ചിട്ട് പിന്നീട് അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നാം മനസ്സിലാക്കണം, ആ ശൂന്യത കലവറയിൽ നടന്ന, പ്രത്യേകിച്ച് യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ ആ സദ്യയുടെ അല്ലെങ്കിൽ ആ ഫീസ്റ്റിൻ്റെ പ്രധാന ഭാഗമാണ് വീഞ്ഞെന്ന് പറയുന്നത്. അത് തീർന്നു പോവുക എന്ന് പറയുന്നത് നല്ലതല്ല, നല്ലൊരു അനുഭവമല്ല. വിമർശിക്കപ്പെടും, അപഹേളിക്കപ്പെടും, കുറ്റം പറയും. എന്നാൽ ആരും അറിയാതെ അവിടെ പരിഹരിക്കുകയാണ്. ആ പരിഹരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും ശ്രേഷ്ഠകരമായ രീതിയിലാണത് പരിഹരിക്കുന്നത്. ആ ശ്രേഷ്ഠകരമായ രീതിയിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുറവും വരാത്ത രീതിയിലാണത് പരിഹരിക്കുന്നത്. നമുക്കറിയാം, ആ വീഞ്ഞുണ്ടാക്കിയ ശേഷം അത് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വിരുന്നുവാഴി പ്രധാന ആൾ പറയുന്നത്, ആദ്യം വീര്യമുള്ളതും പിന്നീട് എളുപ്പമുള്ളതും കൊടുക്കും, എന്നാൽ ഈ വീര്യമുള്ളത് ഇതുവരെ എവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പം കർത്താവ് ആ പ്രശ്നം പരിഹരിക്കുക മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. നമ്മൾ ആ വചനം വായിച്ചാൽ താൻ അവിടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. ഇന്നത്തെ എൻ്റെ കുറിവാക്യം, ഇന്ന് പ്രഭാത സന്ദേശം ഇതാണ്: ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ, നല്ല കാലത്തും തീയകാലത്തും, വലിയൊരു സന്തോഷത്തിൻ്റെ നടുവിലാണ് ശൂന്യത വെളിപ്പെടുന്നത്. അത് വിവാഹമായിരിക്കാം. ഒത്തിരി ധനവും സ്വാധീനമുണ്ട്, നല്ല വിവാഹം നമുക്ക് നടത്താം, നല്ല ഭവനം പണിയാൻ കഴിയും, നല്ല ജോലി ലഭിക്കും, നല്ല വിദ്യാഭ്യാസവും യോഗ്യതയുണ്ട്, ജോലികൾ ലഭിക്കും. പക്ഷെ അവിടെയൊക്കെ കുറവുകൾ വരുന്ന ഘട്ടങ്ങളിൽ ഈ ദൈവത്തെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നമ്മൾ പറയാം, ആ ശൂന്യതകളെ ഈ ദൈവത്തിന് നികത്താൻ കഴിയും.